കണ്ടില്ലേ, പച്ച പൊതിച്ചു കിടക്കുന്ന ഈ ഗ്രാമം എന്തൊരു ഭംഗിയല്ലേ. ശാന്തമായ ഈ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ പേര് നന്ദിനി. ഒരു വായ ചോറുണ്ടിട്ട് പോ മോളെ. എനിക്ക് വേണ്ട മോളെ നന്ദിനി. എന്താ മോളെ ഇത്? എന്താ? ഞാൻ തന്നെയാ നന്ദിനി. ഈ നാട്ടിൽ പേര് കേട്ട കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാരും ഒത്തുതീർപ്പിന് വരുന്നത് എന്റെ അച്ഛന്റെ അടുത്താ. ചില സമയം എന്റെ അടുത്തും വരാറുണ്ട്. നീ അവനൊന്ന് കൊടുക്ക്, നീ തിരിച്ച് അവൾക്ക് അടി കൊടുക്ക്. ഇതാണ് എന്റെ തീർപ്പ്. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് 2 പേര്. ഒരാൾ അമ്മു, മറ്റേയാള് മീനു. ഞങ്ങള് 3 പേരും 1ാം ക്ലാസ് മുതലേ ഒരുമിച്ചാ പഠിച്ചത്. അല്ലല്ല, ഒന്നിച്ചാ കളിച്ച് നടന്നേ. ലോക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നശിച്ചൊരു സ്കൂള്. അത് കഴിഞ്ഞ് നെടുങ്കണ്ടം വിമൻസ് കോളേജ്. ഇന്നലെ എന്റെ അച്ഛനെ കാണാൻ ഒരു ഡോക്ടർ വന്നിരുന്നു. സ്റ്റൈൽ ഒരു കണ്ണാടി, കണ്ണിലൊരു മറുകും. അടിപൊളിയായിരുന്നു. ഇടി കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ മറുകണ്ട്? നന്ദിനി, സമയദോഷം, അതുകൊണ്ടല്ലേ ഇവിടെ ബോയ്സ് ഇല്ലാതെ പോയത്. ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ. വാ, ഒന്ന് വേഗം താ, ആ എരുമ വന്നിട്ട്. നിങ്ങളെയൊക്കെ കോളേജിൽ വിടുന്നവരെ വേണം അടിക്കാന്. അവരെ പറഞ്ഞാ മതി. അടുത്തുള്ള കോളേജിലെ ബോയ്സ് എല്ലാം ഞങ്ങളെ സൈറ്റ് അടിക്കാൻ ഇടയ്ക്കിടെ ആ വഴി വരുമായിരുന്നു. അങ്ങനെ വന്നവന്മാര് തല്ലും വാങ്ങിക്കൊണ്ടു പോകും. പിന്നെ എങ്ങനാ ഇവിടെ ആമ്പിള്ളേര് വായി നോക്കാൻ വരുന്നേ? ഞങ്ങളെ നോക്കി സൂപ്പർ ഫിഗർ എന്ന് പറയാൻ ഒരുത്തം പോലും ഇല്ല. അറിയോ, സങ്കടം വരിക. അപ്പോഴാണ് ഞാനും എന്റെ സുഹൃത്തായ ഇവര് 2 പേരും ചേർന്നൊരു തീരുമാനമെടുത്തത്. ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ലവ് മാരേജ് തന്നെ ആയിരിക്കണമെന്ന്. അങ്ങനെ നല്ല ചെറുക്കന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി. കൊള്ളാല്ലേടി? നോക്കടി, നോക്ക്, അവനെയൊന്ന് നോക്ക്. എടാ, തിയേറ്റർ ഫുള്ളായി. പെട്ടി വേഗം കൊണ്ടുപോടാ, മരമണ്ട. എന്താന്ന് മനസ്സിലായോ? മീശ കണ്ട വലുതാ. മീശ വലുതാണെങ്കിലേ അതിനെ എടി, ആ ചുമന്ന് ഉടുപ്പിട്ടവനെ നോക്കി. അയ്യേ, അയാളാ. അയ്യേ, ഒരു വായി നോക്കി പോലുണ്ട്. ഒന്ന് പോടി, നിന്റെ മീശക്കാരനെ കാട്ടി എത്ര ഭംഗിയാ. ഒന്ന് ചുമ്മാ അരിയടി. അവൾക്ക് ഇഷ്ടായെന്ന് പറഞ്ഞില്ല, കെട്ടിച്ചു കൊടുക്കാൻ മാവാ. ഇല്ല, ഞാൻ ചത്താലേ കല്യാണം നടക്കും. എങ്കിൽ നിങ്ങൾ ചാക്. എന്താ, സ്വന്തം അച്ഛനോട് ചാകാൻ പറയുന്നോ? നിങ്ങൾ ചത്താലേ കല്യാണം നടക്കുമെങ്കിൽ നിങ്ങൾ ചാക്. നിന്റെ ഞാൻ എന്താ ചെയ്യാം? അതുപോലെ വഴക്കായിരുന്നു. ധൈര്യമായിട്ടൊരു തീരുമാനം എടുത്തു. അവർ വിചാരിച്ച പോലെ നല്ല 2 ചെറുക്കന്മാരെ കിട്ടി. നന്ദിനി, എന്റെ അച്ഛനോട് വിവരം പറഞ്ഞേക്കേ. എന്റെ കാര്യം അധോഗതി. നന്ദിനിയെ കല്യാണം കഴിക്കാൻ കുട്ടിക്കാനത്ത് ആൾക്കാർ വന്നോണ്ടിരിക്കുക. എന്റെ അമ്മേ, എല്ലാം വേഗം അങ്ങ് നടത്തണം. എടാ മോനെ, ഇവളുടെ പ്രായത്തിൽ എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. വേഗം കെട്ടിച്ചു വിടാൻ നോക്ക്. കിളവി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്തവരത്തിനെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക? ദൈവമേ, അങ്ങനെ ഒരു വരം മാത്രം എനിക്ക് കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നേ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താടി? ചെറുക്കന് ചേച്ചിനെ ഇഷ്ടമാന്ന് പറഞ്ഞു. എന്ത്? അടുത്ത മാസം കല്യാണമാ ചേച്ചി. പൊടി. അടിപൊളിയല്ലേ ചേച്ചി? ദൈവവും കൈവിട്ട് കളഞ്ഞല്ലോ. ഇതോടെ എല്ലാം അവസാനിച്ചു. എന്നെ കെട്ടാൻ പോകുന്നവർ ആരായിരിക്കും എന്തോ. എന്റെ ദൈവമേ.
കഴിക്കുന്നോണ്ട് എനിക്ക് തന്നേക്കടാ. എടാ കാണിക്കുന്നു എത്ര ചോദിച്ചിട്ടും തന്നില്ലടാ. ഇങ്ങോട്ട് നോക്ക്, ഒരുത്തന്റെ കല്യാണത്തിനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ എന്താ കാരണം അതിന്? ആ കല്യാണ ചെറുക്കൻ അവരുടെ കൂട്ടുകാർക്ക് ബിയറോ ഒരു ഫുള്ളോ പട്ടച്ചാരോ വാങ്ങിത്തരുമെന്ന് ഓർത്ത് മാത്രമാണ്. പക്ഷെ കല്യാണ ചെറുക്കനെ നീയോ ഞങ്ങൾക്ക് പച്ച വെള്ളം പോലും വാങ്ങി തരാതെ ബിയർ മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചോണ്ടിരിക്കുകയാണല്ലോടാ. നീ കുടിച്ചതെല്ലാം മേടിച്ച് പുറത്ത് വരാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് വരണോ അല്ലേ? രക്ഷപ്പെട്ടത് നോക്കി ഓടിക്കണം. ഇതുപോലൊരു ചെറുക്കനെ അന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ ചതി ചെയ്യില്ലായിരുന്നു. ആ മീശ കണ്ടത് എന്റെ കഷ്ടകാലം. എന്താടി എല്ലാരും വന്നോ? നാരായണി നമോസ്തുതേ. സിന്ദൂരാരുണ വിഗ്രഹം പ്രണയനാം മാണിക്യമൗലി സ്ഫുരത്താരാ നായക ശേഖര. എടാ നിന്റെ അമ്മായിച്ചനാടാ. മാറിക്കോ മാറിക്കോ, കല്യാണ പെണ്ണ് വരുന്നുണ്ട്. ഒന്ന് ചിരിക്കടി. ഒന്ന് മാറി നിക്ക് കൊച്ചേ. സൗമ്യാം രത്നകടസ്ഥാം രത്നചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം അമ്മേ, പദ്മപത്രാക്ഷി. ചേച്ചി ഇനി തിരിച്ചു വരുവോ? നല്ല രസമുണ്ടല്ലേ ചേച്ചീനെ കാണാനല്ലേ? ആ ചേട്ടൻ എന്താ അങ്ങനെ ഇരിക്കുന്നേ? പൂജാരിക്കാണോ മെസ്സേജ് ഇങ്ങോട്ട് കൊണ്ടുപോടാ. അവക്ക് നന്നായി ചേരും. മേളം തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ. സകുങ്കുമ വിലേപനാമളിക കുറച്ചൊന്ന് നീങ്ങി നിക്ക്, ഞാനൊന്ന് കാണട്ടെന്നേ. മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ഠേ ഭദ്രാമി ശുഭദേ കുഞ്ജീവ ശരവശതം. അങ്ങോട്ട് ചെല്ലടി, അവളുടെ ഒരു നാണം കണ്ടില്ലേ? നല്ല ഭാര്യയെ കിട്ടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയും. നല്ല ഭർത്താവിനെ കിട്ടുന്നതും അങ്ങനെ തന്നെയാ. പ്രേമിച്ച് കല്യാണം കഴിച്ചാലേ ജീവിതം അടിപൊളിയായിരിക്കും എന്നുള്ള എൻ്റെ ഫോർമുല കാറ്റ് പറന്നുപോയി. റൗഡിയാണോടാ നീ? വിസിലടിക്കുന്നു. പഠിക്കുന്ന ചക്കൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാം നിന്റെ അച്ഛന്റെ ഗുണം. താൻ തോന്നിയാകേ ഉള്ളൂ. വിസിലടിക്കുന്നു. ജോലി നോക്കിക്കോ. ഇങ്ങനെ കുത്തിരുന്ന് തിന്നാ മതിയല്ലോ. തിന്നുന്ന കണ്ടില്ലേ പന്നിയെ പോലെ. ആര് പന്നി? ഞാനോ? നീയാടി പന്നി. എടി മൂദേവി നശിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നവള്. എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ നിങ്ങളെ കൊണ്ട്? എപ്പോ നോക്കിയാലും തിന്നോണ്ടിരിക്കും. നശിപ്പിക്കാനായിട്ട്. കൊല്ലുവടി നിന്നെ ഞാൻ. എപ്പോ നോക്കിയാലും തിന്നോണ്ടിരിക്കും. Mm-hmm.